പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L6170 എന്ന പ്രിന്ററിന്റെ ഇങ്ക് പാഡ് എങ്ങനെ റീസെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ക് പാഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോവാം. എപ്സന്റെ L6170 എന്ന പ്രിന്റർ കുറേ പേജ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നൊരു പ്രോബ്ലമാണ്. ദ മെയിൻ്റെനൻസ് ബോക്സ് ഈസ് ദ എൻഡ് ഓഫ് ദ ലൈഫ് റീപ്ലേസ് എന്നൊരു മെസ്സേജ്. നിങ്ങളെ പ്രിൻറ്റിംഗ് എല്ലാം സ്റ്റക്ക് ആവുന്നതാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ എങ്ങനെ മാറ്റാമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് എറർ കോഡ് ഉണ്ടാവുക. അവിടെ പ്രൊഡക്റ്റ് നെയിം T04D1 എന്നുള്ള പാർട്ടാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ജസ്റ്റ് ഒരു മൈനസ് സ്ക്രൂ ഡ്രൈവർ നമ്മളെ കയ്യിൽ കരുതുക. പ്രിൻ്ററിൻ്റെ നേരെ റൈറ്റ് സൈഡിൽ പിറകു വശത്തോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടാവും. ആ സ്ക്രൂ നമ്മൾ ഈ മൈനസ് സ്ക്രൂ ഡ്രൈവർ വെച്ചാണ് എന്ത് ചെയ്യുക, ഊരുക. എന്നിട്ട് ഡോർ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആ പഴയ മെയിൻ്റെനൻസ് ബോക്സ് ഇവിടെ കാണാൻ സാധിക്കും. അല്ലേ, അത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുക, അതേപോലെ ഊരിയെടുക്കുക. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്കെല്ലാം ഫുള്ളായിട്ടുണ്ട്. ഇവിടെ ഒരു സൈഡിൽ ഒരു ചിപ്പ് വരുന്നുണ്ട്. ആ ചിപ്പ് റീഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ മെയിൻ്റെനൻസ് ബോക്സ് എൻഡ് ഓഫ് ദ ലൈഫ് എന്നുള്ള മെസ്സേജ് വരുന്നത്. ഇതാണ് പുതിയ മെയിൻ്റെനൻസ് ബോക്സ് വരുന്നത്. ഈ ഒരു ബോക്സിൻ്റെ അകത്താണുള്ളത്. അപ്പോൾ നമ്മൾ ആ കോഡ് കറക്റ്റ് അല്ലേ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. T04D1 എന്ന പാർട്ട് നമ്പർ വരുന്ന കോഡ് നമ്പർ വരുന്ന മെയിൻ്റെനൻസ് ബോക്സ് ആണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. വേറെ സീരീസ് ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മൾ ബോക്സിൽ നിന്നും പുറത്തോട്ട് എടുത്തിട്ടുണ്ട് മെയിൻ്റെനൻസ് ബോക്സ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരു കവറിൽ പാക്കഡാണ്. ആ കവർ റിമൂവ് ചെയ്യുക. ഈ ഒരു കവർ നിങ്ങൾക്ക് ഇനിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയ മെയിൻ്റെനൻസ് ബോക്സ് ഉണ്ടല്ലോ നിറഞ്ഞിരിക്കുന്നത്, അത് പാക്ക് ചെയ്യാൻ വേണ്ടി ഈ കവർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാരണം അത് ഒറ്റയ്ക്ക് നമ്മളെ മെയിൻ്റെനൻസ് ബോക്സ് പുറത്തു കൊണ്ട് ഉപേക്ഷിക്കരുത്. കാരണം അതിൽ ഫുള്ള് ഇങ്ക് നിറഞ്ഞിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം കവറിലല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ക് അവിടെ എല്ലാം സ്പ്രെഡ് ആവുന്നതാണ്, അല്ലെങ്കിൽ ഇങ്ക് ലീക്ക് ആവുന്നതാണ്. ആകെ വൃത്തികേടിലേക്ക് പോകും. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഇതാണ് പഴയ മെയിൻ്റെനൻസ് ബോക്സും പുതിയ മെയിൻ്റെനൻസ് ബോക്സും വരുന്നത്. ഇനി പുതിയ മെയിൻ്റെനൻസ് ബോക്സ് എടുത്ത് നമ്മൾ നേരത്തെ പഴയ മെയിൻ്റെനൻസ് ബോക്സ് ഊരില്ല, അത് അവിടെ അതേപോലെ കറക്റ്റ് ആ സ്ലോട്ടിലോട്ട് കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്താണ്ട് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ലോക്കാവും. കണ്ടില്ലേ, ഇതേപോലെ ലോക്കായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഡോർ എടുത്തുകൊണ്ട് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഡോർ എടുത്ത് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആ സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് ആ സ്ക്രൂ ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഊരി പോരുന്നതാണ്. ഏകദേശം നമ്മളെ വർക്കെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രീനിൽ ചെറിയൊരു പരിപാടി ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്ക്രൂ ടൈറ്റ് ആക്കുന്നു. അതിനുശേഷം നമ്മളെ സ്ക്രീനിലേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ജസ്റ്റ് നെക്സ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡൺ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു ലോഡിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെയിൻ്റെനൻസ് ബോക്സ് കംപ്ലീറ്റ്ലി ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുക. എന്തെങ്കിലും ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ എറർ മെസ്സേജ് വരുന്നതാണ്. മെയിനായിട്ട് എറർ മെസ്സേജ് വരുന്നത് റോങ് പാർട്ട് ഉപയോഗിക്കുമ്പോഴാണ്. ഓക്കെ, റോങ് പാർട്ട് ഇതിൻ്റെ ഈ സീരിയസ് അല്ലാതെ വേറെ ഏതെങ്കിലും സീരിയസ് പാർട്ട് ഉപയോഗിക്കുമ്പോഴാണ് അവിടെ എറർ മെസ്സേജ് വരികയുള്ളൂ. അല്ലെങ്കിൽ അത് നോർമലായിട്ട് പ്രിൻറ്റിങ് ചെയ്യാവുന്ന സെറ്റപ്പിലേക്ക് വരുന്നതാണ്. ഇത് നമ്മൾ ഈ പഴയ മെയിൻ്റെനൻസ് ബോക്സ് എന്താ ചെയ്തു വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കവറിലേക്ക് ആക്കുന്നു. ആ കവറിലേക്ക് ആക്കിയാണ് മാത്രമേ ഒഴിവാക്കാൻ പാടുള്ളൂ. അത് കവർ കംപ്ലീറ്റ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കണം, ഇങ്ക് ലീക്ക് ആവാൻ പാടില്ല. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ ബോക്സിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോസ് എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.